കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണം ഇതാ പുറത്തു വന്നിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാനെന്ന പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ടിന്റെ കണക്ക് KPCC പ്രസിഡന്റ് പുറത്തുവിട്ടിരിക്കുന്നു. ഒന്നുകിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ ഇന്നാട്ടിലെ ഒരു കുഞ്ഞുപോലും തയ്യാറല്ല, അല്ലെങ്കിൽ പിരിച്ച പണം മൊത്തത്തിൽ കോൺഗ്രസ് അടിച്ചു മാറ്റി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാൻ കോൺഗ്രസ് പിരിച്ച തുക എത്ര? അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. എന്താ കോൺഗ്രസ് ചെയ്ത്? 36,72,50,277 രൂപ ലീഗ് മാത്രം പിരിച്ചിട്ടുണ്ടല്ലോ. ലീഗിന്റെ ഇതേ ആപ്പ് വെച്ചാണ് കോൺഗ്രസും പിരിച്ചത്. പക്ഷെ കോൺഗ്രസ് പകുതി വഴിക്ക് ആപ്പ് മുക്കി. എന്തേ ആപ്പ് മുക്കിയത് എന്ന ചോദ്യത്തിന് ഞങ്ങൾ ആവശ്യത്തിന് പണം പിരിച്ചു, പിന്നെന്തിനാണ് ആപ്പ് നിലനിർത്തുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഞങ്ങൾ അത് ക്ലോസ് ചെയ്തല്ലോ, അത് ക്ലോസ് ചെയ്താണ് KPCC. എന്തിന് ആപ്പിലൂടെ പിരിക്കുന്നു എന്ന ചോദ്യത്തിനും കോൺഗ്രസ് മറുപടി നൽകിയിരുന്നു. സംഭാവനകൾ നൽകിയവർക്ക് രസീത് ലഭിക്കും. എത്ര പേർ സംഭാവന നൽകി എന്നും അറിയാനാകും. സുതാര്യതയ്ക്ക് വേണ്ടി ആപ്പ് ഉണ്ടാക്കി, സുതാര്യത അപകടമായപ്പോൾ ആപ്പ് മുക്കി. മാതൃഭൂമി ടെലിവിഷനിലാണ് നാടകത്തിന്റെ തുടക്കം. അഭിലാഷ് മോഹൻ എന്ന അവതാരകന്റെ മുന്നിൽ രാജു P. നായർ കൈകെട്ടി നിന്നു. 100 വീടുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ? ആണ്. നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു? ഒരു ചോദ്യമാണ്, ചോദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ചോദ്യത്തിന് തടിവെക്കും, തർക്കമുണ്ടാക്കി. ഒന്നുകൂടി ചോദിക്കാം, 100 വീടിന് ശ്രീ രാജു P. നായർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു? തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ബഹളമായി. ആപ്പ് എവിടെ എന്ന അന്വേഷണമായി. പ്ലേ സ്റ്റോറിൽ അന്വേഷിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി. ഇപ്പൊ നമ്മൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ന്യൂ വെർഷൻ അവൈലബിൾ താങ്ക് യു എന്ന് കാണാം. താങ്ക് യു ക്ലിക്ക് ചെയ്താൽ വീണ്ടും പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോകും. സ്വാഭാവികമായും അപ്ഡേറ്റ് ഒന്നുമില്ല, സെയിം ലൂപ്പ്, ഒന്നും സംഭവിക്കില്ല. ആപ്പുമില്ല, കോപ്പുമില്ല, ഇപ്പൊ വീടുമില്ല, ഫണ്ടുമില്ല. ദുരിതബാധിതരുടെ തലയിൽ ഇടുത്തി വീണതുപോലെ ആയിട്ടുണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ അതിജീവനത്തിന്റെ കരുത്തുറ്റ ഒരു മുഖമാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രുതി. ശ്രുതിക്ക് 30 ലക്ഷം രൂപ ചെലവ് വരുന്നതായ 1500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇതിന്റെ ലേഔട്ടേ കണ്ടില്ലേ? എന്താ സംഭവം? 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് നൽകുമെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. എന്നാൽ ഇതുവരെ വീട് കൊടുത്തില്ല. വാഗ്ദാനത്തെ തുടർന്ന് ശ്രുതി ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ച് 15 ലക്ഷം രൂപ വാങ്ങി. ഇപ്പോൾ പണം തിരികെ നൽകാം, ടൗൺഷിപ്പിൽ വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് T. സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞു? ദുരിതബാധിതർ ഇത് നേരത്തെ മണത്തിരുന്നു. വീട് വേണ്ടാത്തവർക്ക് സർക്കാർ നൽകിയിരുന്ന 15 ലക്ഷം രൂപ തിരികെ കൊടുത്ത് സർക്കാർ വീട് വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് അവർ ജില്ലാ കലക്ടറോട് ചോദിച്ചിരുന്നു. പൈസ മേടിച്ചു പോയി ആരെങ്കിലും തിരികെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കും? കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയും എന്റെ അടുത്ത അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട്, മാഡം നമ്മൾ ആ സമയത്തിലെ 15 ലക്ഷം എടുത്തുപോയി മാഡം, എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ചു കൊടുക്കണം പറഞ്ഞിട്ട്. പറയുന്ന വാക്കിന് ഒരു വിലയുമില്ലാത്ത കൂട്ടരാണിവർ. സ്ഥലം വാങ്ങും, വീട് പണിയും എന്ന് എത്ര തവണ നമ്മളെ പറഞ്ഞു പറ്റിച്ചു. ഇപ്പൊ പറയുന്നു വീട് വെക്കാനുള്ള പണമില്ല എന്ന്. ഒന്നും നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദുരിതബാധിതരെ പറ്റിക്കാൻ ഇവർ വെറും വാക്ക് പറഞ്ഞത്. ഇത്ര വലിയ വഞ്ചന കേരള ചരിത്രം മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ സഹായിക്കാൻ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ സംഘടനകളും ചെയ്ത കാര്യങ്ങൾ ചരിത്രമാണ്, സുതാര്യമാണ്, വിപ്ലവകരമാണ്. മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടാകാം, പക്ഷേ ഇരുണ്ട കാലത്തിലേക്കുള്ള മാറ്റം നമ്മൾ ആരും ആഗ്രഹിക്കില്ല.